കൊടൈക്കനാലിൻ്റെ ബാക്കി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേര് കമൻ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ചെറിയ ചില ട്രിപ്പും കൂടി പോയി. പിന്നെ കൊടൈക്കനാലിൽ നിന്ന് വന്നതിന് ശേഷം മക്കൾക്ക് പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയി. അതിൻ്റെ ശേഷം മെറ്റീരിയൽ എടുത്തിരുന്നോ എന്ന് ചോദിച്ചാൽ എടുത്തിട്ടില്ല. മെറ്റീരിയൽ ഇനി എടുക്കാൻ പോകുന്നുള്ള കുറച്ച് പീസുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ വന്നതിന് ശേഷം ഇവിടെയുള്ള വ്യൂ പോയിൻറ്റിലേക്കൊക്കെ പോവുകയാണ്. ഇവിടെ ഞങ്ങൾ പോയിട്ടുള്ള ഒരു 5 ടോപ്പ് വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ പോയാലാണ് ഇപ്പോൾ ഏറ്റവും ഭംഗിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂണ്ടി, ഗുണ കേവ്, അതുപോലെ സൂയിസൈഡ് പോയിൻ്റ്, അതുപോലെ ടോപ്പ് വ്യൂ പോയിൻ്റ്. ഇതിലേക്ക് സൂയിസൈഡ് പോയിൻറ്റിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ടൈമിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഭാഗങ്ങളിലൊന്ന് ഈ സൂയിസൈഡ് പോയിൻ്റ് തന്നെയാണ്. ഇവിടെ ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തമിഴ്നാട് എലക്ഷൻ ടൈമിലും കൂടിയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രചരണങ്ങളും എല്ലാം കൂടെ ആയിട്ട് പോകുന്നിടത്തെല്ലാം നല്ല തിരക്കാണ്. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൊടൈക്കനാലിലെ ടോപ്പ് അട്രാക്റ്റീവായിട്ടുള്ള പ്ലേസുകൾ പറഞ്ഞതെന്ന് മാത്രം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെ നോക്കിയാലും വ്യൂ പോയിൻറ്റുകളാണ്, എവിടെ നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകളാണ്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർത്താലും തീരാത്തത്ര കാഴ്ചകൾ കൊടൈക്കനാലിലുണ്ട്. പേര് പോലെ തന്നെ കോട മൂടിയ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. മനസ്സിന് മൈൻഡൊന്ന് ഫ്രീ ആവാൻ, റിലാക്സ് ആവാൻ, കാണാൻ പറ്റിയ ഒരുപാട് നല്ല കാഴ്ചകൾ മാത്രമുള്ളൊരു സ്ഥലം. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പില്ലർ റോക്ക്, ഗുണ കേവ്, പൂണ്ടി, കൊടൈക്കനാൽ ലേക്ക്, ഗ്രീൻ വാലി, അതുപോലെ പൈൻ ഫോറസ്റ്റ്, പൂമ്പാറയെന്നാണ് പറയുക. പൂമ്പാറ അവിടെ ഒരുപാട് ഫ്ലവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇനി അടുത്ത മെയ് മാസത്തിൽ പോകുന്നവർക്ക് ഇവിടെ അടിപൊളി ഫ്ലവർ ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബോട്ടിങ്, കയാക്കിങ് ഒക്കെ ആയിട്ട് കൊടൈ ലേക്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ റിസോർട്ട്. പിന്നെ അതുപോലെ ബ്രയാൻ പാർക്ക്, ക്രോക്കേഴ്സ് ലേക്കൊക്കെ അടിപൊളിയാണ്. പ്രകൃതി ഭംഗി മാത്രമല്ല, ഇവിടെ ഒരുപാട് ട്രെക്കിങ്, അതുപോലെ തന്നെ നല്ല നല്ല പാർക്കുകൾ, നല്ല വാട്ടർഫോൾസുകൾ, നമുക്ക് ബോട്ടിങ് കാര്യങ്ങളൊക്കെ അതുമുണ്ട്. ഏതൊരു രീതിയിൽ ആഗ്രഹിക്കുന്നവരെയും. അതുപോലെ റിസോർട്ടുകളായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുണ്ട്. ഇനി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള റൈഡുകളുണ്ട്. ഇനി അതുപോലെ വലിയ ആഡംബരമായിട്ട് റിസോർട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയുണ്ട്. അതുപോലെ കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ളവർക്ക്, അതുപോലെ ട്രീ ഹൗസുകൾ, അങ്ങനെ വേണ്ട ഒരുപാട്. ആർക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുണ കേവിലേക്ക് പോകാനുള്ള ഇവിടെ ഒരു പാസ് നമ്മൾ കൊടുക്കാനുണ്ട്. 120 രൂപേൻ്റെ ഒരു പാസ് നമ്മൾ എടുക്കണം. ഇത് ഞങ്ങൾക്ക് റിസോർട്ടിൽ നിന്ന് അങ്ങനെ ഏർപ്പാടാക്കി തന്നതായിരുന്നു. ഇവിടെ മുഴുവൻ കാണാനായിട്ട് ട്രെക്കിങ്ങും കാര്യങ്ങളും, അതുപോലെ ഓഫ് റോഡൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഇതാക്കാൻ. ഇവിടെയുള്ള ഡ്രൈവേഴ്സിനെ തന്നെ നമ്മൾ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാ വ്യൂ പോയിൻറ്റുകളും നമുക്ക് കാണിച്ചു തരും. നമുക്കൊരു ഫ്രണ്ട് ഏർപ്പാടാക്കി തന്നതാണ്, ഫ്രണ്ടിൻ്റെ വക ആയിട്ട് ചെയ്തു തന്നതാണ്. ഞങ്ങൾ വേറെ കുറച്ച് ഫ്രണ്ട്സുകളും കൂടി ഉണ്ട്. അവർ മറ്റൊരു വണ്ടിയിലുമായിട്ട് അങ്ങനെ പോവുകയാണ്. നമ്മളെ വണ്ടി എടുക്കണ്ട, അതിനേക്കാളും നല്ലത് ഇവരിങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇതിന് ഇവർ ചാർജൊക്കെ ഈടാക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഇതിലായതുകൊണ്ട് നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇവർ ചാർജ് പറയുന്നത് ഇങ്ങനെ ഒരു സുമോക്ക് 4000 രൂപ. ഇനി ഇതിലേക്കൊരു വില്ലേജ് ടൂറും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ പൂണ്ടി, അതുപോലെ ഫ്ലവർ ഷോ ഉള്ള ഇത് പൂമ്പാറ, അതൊക്കെ സെപ്പറേറ്റ് ആണ്. അതും കൂടി മൊത്തത്തിൽ ഒരു ദിവസം ഫുള്ള് ഡേ കവർ ചെയ്യണതിന് 6000 രൂപയാണ്. ഇങ്ങനെ 6 സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതിന് 4000 രൂപ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് അത്രയും ഇല്ല, അത് പറ്റിക്കാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഏതായാലും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പക്ഷേ വരുന്നവർ ഇങ്ങനെ ആക്കേണ്ടതാവും നല്ലത്. നമ്മൾ ഗൂഗിളൊക്കെ നോക്കി സെർച്ച് ചെയ്തൊക്കെ വരുമ്പോക്കിന് ഒരുപാട് ടൈമാവും. പിന്നെ അതുപോലെ നമുക്ക് പാർക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടാവും. ഇതാണ് അപ്പർ ലേക്ക്. ഇവിടെ വന്നപ്പോഴും തിരക്കിന് ക്ഷാമമൊന്നുമില്ല. നമ്മൾ വന്നപ്പോൾ ഓരോരുത്തർ വണ്ടി എടുത്തിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഞങ്ങൾ ഇതിൽപ്പെട്ട വേറൊരു ഏജൻറ്റിനെ പരിചയപ്പെട്ട് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോയ ടൈമിൽ അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 2000 രൂപക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയെന്നാണ്. ഞങ്ങളെ
ഇതാക്കിയ ഡ്രൈവർ പറഞ്ഞത് 4000 രൂപയൊക്കെ ആവും ഈ ഒരു യാത്രക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് വേഗം ആ ഒരു പേയ്മെൻറ്റ് കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എന്തായാലും നിങ്ങൾ പരമാവധി താഴ്ത്തി പിടിക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് വ്യൂ പോയിൻറ്റുകളുണ്ട്. വില നന്നായി പേശിക്കാണ്ട് തന്നെ വാങ്ങിയെടുക്കുക. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഇവിടുത്തെ പീക്ക് സീസൺ. ഈ സമയത്താണ് ഇവിടെ കൂടുതലായിട്ട് കോടയുള്ളത്. പിന്നെ ഇവിടെ 20-25 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടെ വേനൽക്കാലത്തെ ശരാശരി ചൂടുണ്ടാവുക. പിന്നെ അതേപോലെ മഴക്കാലത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ നവംബർ വരെയൊക്കെയാണ് നന്നായിട്ട് തീരെ ചൂടില്ലാത്ത മാസങ്ങൾ. ആ സമയത്ത് ഏകദേശം മുഴുവൻ സമയങ്ങളിലും മഴ പോലെ തന്നെയാവും ഉണ്ടാവുക. ആ ടൈമിൽ ഇങ്ങോട്ട് കാണാൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ഇതാണ് പില്ലർ റോക്ക് കാഴ്ചകൾ കാണാനൊന്നും വലിയൊരു സൗകര്യം ഉണ്ടാവില്ല. ഇത് ഗുണ കേവ്, നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിലെ ആ ഒരു സ്ഥലമാണ്.